വാഹനാപകടത്തിൽ പരിക്കേറ്റതിന് പരാതി പറയാൻ ചെന്ന യുവാവിന്റെ മാതാവിനോട് പോലീസ് ഉദ്യോഗസ്ഥൻ ധാർഷ്ട്യത്തോടെ പെരുമാറിയതായി പരാതി. പരിക്കേറ്റ് വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുന്ന പത്തിരിപ്പാല സ്വദേശിയായ 19-കാരൻ അബൂ താഹിറിന്റെ മാതാവാണ് പോലീസിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നത്. ഇക്കഴിഞ്ഞ ജൂലൈ 20 രാത്രി 7 മണിക്ക് പത്തിരിപ്പാല 14-ാം മൈലിൽ വെച്ചാണ് അബൂ താഹിറും ഒപ്പം 2 സുഹൃത്തുക്കളും സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ എതിർദിശയിൽ വന്ന കാറിടിച്ചത്. അപകടത്തിൽ അബൂ താഹിറിന് ഗുരുതര പരിക്കേറ്റു. 5ഓളം ശസ്ത്രക്രിയകൾ പൂർത്തിയാക്കി വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്ന യുവാവിന്റെ മാതാവ് നസീമ പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാൻ ചെന്നതായിരുന്നു. അപകടം നടന്ന് 2 ദിവസം പിന്നിട്ടിട്ടും പോലീസ് ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണവും നടത്താത്തതിനെ തുടർന്നായിരുന്നു ഇവർ പരാതിയുമായി സ്റ്റേഷനിലെത്തിയത്. പരാതിക്കാരിൽ നിന്നും വ്യക്തമായി മൊഴിയെടുക്കാതെ വെള്ള പേപ്പറിൽ ഒപ്പിട്ടു വാങ്ങിയതിനു ശേഷം ഇടിച്ച കാറുകാരന് അനുകൂലമായി പോലീസ് കേസെടുത്തതുമായാണ് നസീമ ആരോപിക്കുന്നത്. ഇക്കാര്യം പറയാൻ വീണ്ടും സ്റ്റേഷൻ ഇൻസ്പെക്ടറെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ധാർഷ്ട്യത്തോടെ പെരുമാറിയതായും ഇവർ പറയുന്നു. ഇതിന്റെ ശബ്ദരേഖയും പുറത്തു വന്നിട്ടുണ്ട്. ഹലോ സാർ, ഞാൻ അബൂ താഹിറിന്റെ ഉമ്മയാണ്. ഞാൻ അബൂ താഹിറിന്റെ ഉമ്മയാണ്. ഞാൻ ഇതിന് മുന്നേ സാറിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നെല്ലിക്കുറിശി. എനിക്ക് അറിയില്ല അബൂ താഹിറിനെ, അതാണ് ചോദിക്കുന്നത്. അബൂ താഹിർ വിളിച്ചാരാണ്? ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറല്ലോ? സാർ, ഞാൻ ഒരു പരാതി പറയാൻ വേണ്ടി വിളിച്ചതാണ്. സാറിന് എനിക്ക് അത്യാവശ്യം ചുരുക്കി പറയും. എനിക്ക് നല്ല തിരക്കുള്ള സമയമാണ്. നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞാൽ കേൾക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ഒരു പരാതി എഴുതി തരൂ, നമുക്ക് നോക്കാം. ഇല്ല, ഞാൻ പെട്ടെന്ന് തന്നെ പറയാം. 20-ാം തീയതി പത്തിരിപ്പാല വെച്ചിട്ട് ഒരു ആക്സിഡന്റ് ഉണ്ടായി. കാറും ബൈക്കും ആയിട്ട്. അപ്പൊ 20-ാം തീയതി കഴിഞ്ഞ് ഞാൻ 23-ാം തീയതി സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായി. പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു വിവരം അന്വേഷണം ഒന്നും ഉണ്ടായിട്ടില്ല. എന്റെ മോനിങ്ങനെ ആക്സിഡന്റ് ആണ്, ഇത്ര പ്രശ്നങ്ങളാണ്, ICUലാണ്. ഇത് ICUന്റെ മുന്നിൽ ഇരുന്നിട്ടപ്പോ ഞാൻ സാറിനോട് സംസാരിക്കണം. അതല്ല ഞാൻ പറയാൻ വേണ്ടി വന്നത്. ഞാൻ സ്റ്റേഷനിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു, സാറേ ഇവിടുന്ന് ഒരു അന്വേഷണമായിട്ട് വന്നിട്ടില്ല. മോൻ ഇങ്ങനത്തെ ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ്, ഒരുപാട് പ്രശ്നങ്ങളാണ്. 2 തൊടടി മേലെ മുതൽ കഴുത്തിന് കീപ്പിട്ട് വരെ ഫുൾ പ്രശ്നമാണ്, ഡാമേജ് ആണ്, ഇത്ര പ്രശ്നം പരിക്കുകളുമാണ്. ഇപ്പൊ 4 സർജറി കഴിഞ്ഞു. അല്ല സാറേ, പോലീസ് അല്ല. ഞാൻ സാറ് ഒരു സെക്കൻഡ് ഞാൻ പറയണോന്ന് കേൾക്കണം. ഞാൻ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് ബോധ്യപ്പെട്ടതോടെ ഇവർ ഒറ്റപ്പാലം 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു. ഒടുവിൽ സംഭവസ്ഥലത്തെ CCTVകൾ വിശദമായി ശേഖരിച്ച കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് കോടതി. പരാതിക്കാരിയോട് ധിക്കാരപരമായി പെരുമാറിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി ആവശ്യപ്പെട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും പോലീസ് മേധാവിക്കും പരാതി നൽകി മുന്നോട്ട് പോവുകയാണെന്നും നസീമ പറഞ്ഞു. ഞാൻ അബൂ താഹിറിന്റെ ഉമ്മയാണ്, നെല്ലിക്കുറിശ്ശിയിൽ. അപ്പം നിങ്ങളുടെ മോൻ ആരാണ്? പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പറാണോ? നിങ്ങളുടെ മകൻ ആരാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ വളരെ തിരക്കിലാണ്. എനിക്കിപ്പോൾ നിങ്ങളോട് സംസാരിക്കാനോ മറുപടി തരാനോ എനിക്ക് സൗകര്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടെ വെച്ചാൽ വന്ന് പരാതി കൊടുക്ക് എന്ന് എന്നെ പറഞ്ഞു, അപമാനിച്ചു. ഞാനാണെങ്കിൽ ICUവിൻ്റെ മുന്നിൽ നിന്നാണ്. മോൻ്റെ അവസ്ഥ വളരെ ക്രിട്ടിക്കലാണ്. ഓപ്പോസിറ്റ് വന്നിട്ട് കാർ ഇടിച്ച് തെറിപ്പിച്ച ഒരവസ്ഥയാണ്. കേസാണെങ്കിൽ നേരെ തിരിഞ്ഞിട്ടാണ് എഴുതിയെടുത്തിക്കുന്നത്. കാറുകാരനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിക്ക് മകൻ ഓടിച്ച പയ്യനെതിരെയും എൻ്റെ മകനെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്. കാറുകാരനെ ഫുൾ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നു പോലീസ് സ്റ്റേഷനിൽ. ഞാൻ എന്നെ ഇങ്ങനെ ഷൗട്ട് ചെയ്ത് സംസാരിച്ച് എൻ്റെ മോൻ്റെ കേസിന് ഗൗരവത്തിലെടുക്കാത്തത് കാരണം SP-ക്കും DYSP-ക്കും മന്ത്രിക്കും പരാതി കൊടുത്തിരിക്കുകയാണ്. അതേസമയം അന്വേഷണം ശരിയായ രീതിയിലാണ് നടക്കുന്നതെന്നും പ്രാഥമിക വിവരങ്ങൾ വെച്ചാണ് FIR തയ്യാറാക്കിയതെന്നും ശരിയായ അന്വേഷണത്തിനൊടുവിൽ മാത്രമേ കുറ്റപത്രം സമർപ്പിക്കുകയുള്ളൂവെന്നും ഒറ്റപ്പാലം CI അറിയിച്ചു. തുടരെ ഫോണിൽ വിളിച്ചതിനാലാണ് പരാതി രേഖാമൂലം എഴുതി തരാൻ ഇവരോട് നിർദ്ദേശിച്ചതെന്നും ഒറ്റപ്പാലം CI പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.